ഞാൻ ലാലേട്ടൻ്റെ വലിയ ഫാനാണ്, ഓൾ ടൈം ഫേവറേറ്റ്. സോ ലാലേട്ടൻ എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. സോ ലാലേട്ടൻ എപ്പോഴും ഉണ്ടായിരിക്കും ഇവിടെ. അതിനെപ്പറ്റി നമുക്ക് എന്താ പറയുക, അത്രയും വലിയൊരു ആക്ടർ, ഒരു ലെജൻഡ്, നമ്മുടെയൊക്കെ ഒരു ട്രഷറാണ് ലാലേട്ടൻ. സോ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ലാലേട്ടൻ എത്രയോ വർഷങ്ങൾ ഇനി നമ്മളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പോകും. ഈ സോഷ്യൽ മീഡിയ സജീവമായ കാലമാണ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ചേച്ചി സ്ക്രീനിൽ വരുമ്പോൾ ഒരു ഡീഗ്രേഡിങ്ങിന് പേടിക്കുന്നു. നല്ലതാണ്, നല്ല അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിന് അപ്പുറമില്ല. ചേട്ടാ ഫ്രണ്ട് കയറി എല്ലാവരും കൊടുക്കാം. ഇപ്പൊ നേര് കാണാനാണ് വന്നിരിക്കുന്നത്. നേര് കാണാനായിട്ട് അതെ. എങ്ങനെയുണ്ട് നമ്മുടെ കുറെ കാലത്തിന് ശേഷം ഒരു തിരിച്ചുവരവാണ് വിരാസിന്റെ നടത്താൻ പോകുന്നത്. 29-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങുകയാണ്. എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? എല്ലാവരും വന്ന് കാണുക അല്ലേ, എല്ലാവരും വന്ന് കാണുക. എന്തായാലും അതെ, നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു എന്റർടൈനർ ആണ്. എല്ലാവരും വന്ന് കാണുക 29-ാം തീയതി. അതെ കേട്ടോ, നല്ല ഒരു എന്റർടൈനർ ആയിരിക്കും, ഫാമിലി എന്റർടൈനർ ആയിരിക്കും. ഈ കാലത്ത് കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം വന്ന് കാണാൻ പറ്റിയ നല്ല സിനിമ. നേരെ വിജയിപ്പിച്ച പോലെ തന്നെ ഈ സിനിമയും നമ്മുടെ കാണാനും എല്ലാവരും ഈ സിനിമ കാണുന്ന എല്ലാവരും നമ്മുടെ സിനിമ കാണാനും ഉണ്ടാവണം. ശരിയാ. നരേൻ, മീര ജസ്മിൻ, കോമന്തറും അച്യുതമ്മയിലൊക്കെ എല്ലാവരും ഹൃദയത്തിലേക്ക് എത്തിയതാണ്. അപ്പം ഇനി എന്താണ് ശരിക്കും ഞങ്ങൾ അതിൽ പ്രതീക്ഷിക്കുന്നത്? പ്രേക്ഷകർ എന്താണ് രണ്ടുപേരുടെ ഒരു കോമ്പോ? രണ്ടുപേരെയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ അനുയോജ്യമായ ഒരു ചിത്രം തന്നെയാണ് ക്വീൻ എലിസബത്ത്. സോ പ്രേക്ഷകർ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആവും, സംതൃപ്തരാകും എന്നുള്ള വിശ്വാസം തന്നെ. തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും ഈ സിനിമ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ആരും എക്സ്പെക്ട് ചെയ്തില്ല ഇതിൻ്റെ സ്റ്റോറി ലൈൻ. സിനിമ കാണുമ്പോഴേ അറിയിച്ചില്ല. പക്ഷെ ഭയങ്കര എൻ്റർടൈനറും തമാശ ഫണ്ടൊക്കെ ഉള്ളൊരു സാധനം. നേര് കാണാൻ കയറിയാണ്. നേര് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം. ലാലേട്ടൻ്റെ തിരിച്ചുവരവ്